ഇന്നത്തെ നമ്മുടെ വീഡിയോ TCL എന്ന ബ്രാൻഡിൻ്റെ 43 4K ടിവിയുടെ ഡിസ്പ്ലേ റീപ്ലേസ്മെൻറ്റ് ചെയ്യുന്ന വീഡിയോ ആണ്. നിങ്ങൾക്കിവിടെ കാണാൻ ഡിസ്പ്ലേ എന്തോ തട്ടി പൊട്ടിയതാണ്. നന്നായിട്ട് തന്നെ സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള പോർഷനിൽ പിക്ചർ കറക്റ്റായിട്ട് കാണാം. അപ്പോൾ ചില ആൾക്കാർ പറയാറുണ്ട് ഒരു സൈഡ് മാത്രമേ പൊട്ടിയുള്ളൂ, ബാക്കി സൈഡ് അങ്ങനെ മാറാൻ പറ്റില്ലേ എന്നൊക്കെ പല ആൾക്ക് സംശയങ്ങളാണ്, അറിയാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇത്തരത്തിൽ ഡിസ്പ്ലേ, അതായത് അകത്ത് ഗ്ലാസ് തന്നെയാണ് വരുന്നത്. അത് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് റീപ്ലേസ് അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. അപ്പോൾ അത് പുറമേ ഒരു പോളറൈസർ ഫിലിം ഉള്ളത് കൊണ്ടാണ് നമുക്ക് പുറമേ അത് തൊടുമ്പോൾ പൊട്ടിയതായിട്ട് ഫീൽ ചെയ്യാത്തത്. അപ്പോൾ ഇങ്ങനെ കംപ്ലയിൻ്റ് ആയിക്കഴിഞ്ഞാൽ ഫുൾ എൻ്റയർ ഡിസ്പ്ലേ തന്നെ മാറണം. അത് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. ആ ഒരു പോർഷനായിട്ട് നമുക്ക് ഒരിക്കലും മാറാൻ പറ്റില്ല. ചെറിയ തട്ടിലൊന്നും ഡിസ്പ്ലേ പൊട്ടാറില്ല. ശക്തിയായിട്ട് എന്തെങ്കിലുമൊക്കെ ഫോഴ്സിൽ വന്ന് ഇടിക്കുമ്പോഴാണ് കൂടുതലും ഡിസ്പ്ലേകൾ ക്രാക്ക് ആവാറ്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു മോഡലിൻ്റെ TCLൻ്റെ മോഡൽ നമ്പർ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം. ഈ മോഡലിൻ്റെ ഡിസ്പ്ലേ നമ്മൾ മാറാൻ പോവുകയാണ്. ഒരുവിധം ഡിസ്പ്ലേ ബ്രോക്കറായ എല്ലാ TVകളിലും മാറല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. അത് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. അത് വീണ്ടും വീണ്ടും പറയാനുള്ള കാരണം, ഒത്തിരി പേര് ചോദിക്കാറുണ്ട് ഈ ഡൗട്ട്. അതായത് ആ ചെറിയൊരു പോർഷൻ, ചെറിയൊരു ക്രാക്കേ ഉള്ളൂ, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, റിപ്പയർ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കാറുണ്ട്. ഗ്ലാസ് നമുക്കറിയാം, നോർമലി ഒരു ഗ്ലാസ് പൊട്ടിക്കഴിഞ്ഞാൽ അത് ഒരിക്കലും നമുക്ക് തിരിച്ചൊട്ടിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഡിസ്പ്ലേയുടെ കാര്യത്തിലും ചെറിയ ക്രാക്കാണെങ്കിൽ പോലും ഫുൾ എൻ്റയർ ഡിസ്പ്ലേ തന്നെ നമുക്ക് മാറേണ്ടി വരും. അപ്പോൾ ഡിസ്പ്ലേ മാക്സിമം കെയർഫുള്ളായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യേണ്ട ഒരു പാർട്ടാണ്, ഇടുമ്പോഴും അതുപോലെ അത് റിമൂവ് ചെയ്തെടുക്കുമ്പോഴൊക്കെ. അപ്പോൾ നിങ്ങൾ TV ഒക്കെ പ്ലേസ് ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ സേഫായിട്ടുള്ള ഒരു പൊസിഷനിൽ തന്നെ അത് ഫിക്സ് ചെയ്യുക. അതുപോലെ ചെറിയ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ഹൈറ്റിലൊക്കെ TV വയ്ക്കുന്നത് നന്നായിരിക്കും. നമ്മളിതിൻ്റെ ബാക്ക് കവർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സ്പീക്കറും അതുപോലെ സെൻസറിൻ്റെ വയസ്സെല്ലാം ബാക്കിലെ ബോഡിയിലാണ് ഉള്ളത്. അപ്പോൾ നമ്മളത് ബോർഡിൽ നിന്ന് റിമൂവ് ചെയ്താൽ മാത്രമേ ബാക്കിലെ ആ ഒരു കവർ നമുക്ക് മാറ്റി വയ്ക്കാൻ സാധിക്കുകയുള്ളൂ. ഈ ഒരു മോഡലിന് ടീക്കോൺ ബോർഡ് ഇല്ല. അതായത് മദർ ബോർഡിൽ തന്നെ ഇൻബിൽട്ടായിട്ട് വരുന്ന ടീക്കോൺ ബോർഡ്, ആ ഒരു ടൈപ്പ് ബോർഡാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണാം, AU എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. ഡയറക്റ്റ് പാനലിൽ നിന്ന് മദർ ബോർഡിലുള്ള കണക്ഷനാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ. 2 കേബിളുകളുണ്ട്. ടീക്കോൺ ബോർഡ് ഇല്ല. നമ്മൾ മുമ്പത്തെ TV ഇതിനകത്ത് കംപ്ലയിൻസിനകത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, ടീക്കോൺ ബോർഡുള്ള TVകളിൽ നമുക്ക് ഒരുവിധം അപ്ഗ്രേഡ് ചെയ്യാനൊക്കെ സാധിക്കും. പക്ഷേ ഇവിടെ നമുക്ക് ഈ പാനൽ തന്നെയാണ് ഇതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഈ മദർ ബോർഡിൽ നമുക്ക് വേറൊരു പാനൽ ഇടാൻ പറ്റില്ല. കാരണം ഇൻബിൽട്ടായിട്ട് അതിൻ്റെ ടീക്കോൺ ബോർഡിൻ്റെ സെക്ഷനൊക്കെ മദർ ബോർഡിൽ തന്നെ വരുന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത്. ഇതിനകത്ത് വരുന്ന പാനലിൽ 6 കോഫ് വരുന്നുണ്ട്. അതായത് ഒരു സൈഡിൽ 6 കോഫ്, തൊട്ടടുത്ത സൈഡിൽ 6, അങ്ങനെ മൊത്തം 12 കോഫ് വരുന്ന പാനലാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. 4K ആണ്. അപ്പോൾ ഇതിനകത്തുള്ള ഈ പാർട്ട് നമ്പർ സെയിം ആണെങ്കിൽ മാത്രമേ ഇതേ സെയിം പാനൽ നമുക്ക് ഇടാൻ പറ്റുള്ളൂ. അതെപ്പോഴും ശ്രദ്ധിക്കണം. ഡിസ്പ്ലേ മാറുന്ന സമയത്ത് ഈ പാർട്ട് നമ്പർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലാതെ ഒരു പാനൽ ഇട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പാനൽ കംപ്ലയിൻ്റ് ആവാൻ സാധ്യത വളരെ കൂടുതലാണ്. അത് ഒരിക്കലും ഇടാനും പറ്റില്ല, അത് കാണത്തുമില്ല. കാരണം ഇൻ കേസ് ഇടുകയാണെങ്കിൽ തന്നെ അത് വർക്ക് ചെയ്യില്ല. ഈ ഒരു TVയിൽ ബാക്കിൽ ആ ഒരു ഫ്രെയിം വരുന്നത് നമുക്ക് സ്ലൈഡ് ചെയ്തിട്ട് റിമൂവ് ചെയ്യുന്ന ടൈപ്പാണ്. നിങ്ങൾക്ക് കഴിക്കുമ്പോൾ കാണാൻ പറ്റും. ബാക്കിലുള്ള എല്ലാ സ്ക്രൂ, ചെറിയ സ്റ്റാർ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് റിമൂവ് ചെയ്തിട്ട് നമ്മളിങ്ങനെ സ്ലൈഡ് ചെയ്തിട്ടാണ് സാധാരണ ഇതിൻ്റെ ആ ഒരു ഫ്രെയിം നമ്മൾ റിമൂവ് ചെയ്തെടുക്കുന്നത്. നോർമലി LED TVകളിലെ എല്ലാ ലോക്കുകളാണ്. നമുക്ക് ചെറിയ ഫ്ലാറ്റ് ആയിട്ടുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് കൊണ്ട് തിക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഒരുവിധം ഇത് വരാറ്. ഫ്രെയിംലെസ് ആകുമ്പോൾ അത് ഒട്ടിക്കലാണ് വരിക. പക്ഷേ ഇവിടെ അത് നോർമലി ഒരു സ്ലൈഡ് ചെയ്യുന്ന ടൈപ്പാണ് നിങ്ങൾക്ക് കാണാൻ കഴിക്കുമ്പോൾ. പിന്നെ അതുപോലെ നിങ്ങൾ പുതിയ TV വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഈ സ്റ്റിക്കറുകളെല്ലാം തന്നെ റിമൂവ് ചെയ്യണം. അതുകൊണ്ട് TVക്ക് പ്രത്യേകിച്ച് ഒരു പ്രൊട്ടക്ഷനൊന്നും കൊടുക്കുന്നില്ല. അത് മനസ്സിലാക്കി വയ്ക്കുക. എല്ലാ TVകളിലും ഒരുവിധം TVകളിലൊക്കെ നമ്മളത് കാണാറുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ കണ്ടു കാണും, നമ്മൾ ആ ഒരു ഫ്രെയിം ഇങ്ങനെ മേലോട്ട് സ്ലൈഡ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്, അല്ലാതെ നമ്മളിങ്ങനെ പൊക്കിയെടുക്കുകയല്ല ചെയ്തിട്ടുള്ളത്. നമ്മളെന്താണ് ഡിസ്പ്ലേ എടുത്തിട്ട് അതിൻ്റെ ഡിഫ്യൂഷൻ ഷീറ്റിലുള്ള പൊടിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഇടുന്ന സമയത്ത് അതിനകത്ത് പൊടി ഉണ്ടെങ്കിൽ അത് പിക്ചറിൽ കറക്റ്റായിട്ട് കാണും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ അതിനകത്തുള്ള ഡസ്റ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് മാറ്റുന്നുണ്ട്. ചില TVയിൽ നമ്മൾ മുമ്പത്തെ സാംസങ്ങിൻ്റെ 43 4K റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ആ ഡിഫ്യൂഷൻ ഷീറ്റൊക്കെ ഡാമേജ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ അതൊന്നും ഡാമേജ് ആയിട്ടില്ല, വളരെ നീറ്റായിട്ട് തന്നെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതിനകത്തൊന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. ആ ഡസ്റ്റ് മാത്രമേ നമ്മൾ ഇതിനകത്ത് ക്ലീൻ ചെയ്യുന്നുള്ളൂ. ഇവിടെ നമ്മൾ റീപ്ലേസ് ചെയ്യുമ്പോൾ സെയിം ഡിസ്പ്ലേ തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. ഇതിനകത്ത് ഉണ്ടായിരുന്ന AUൻ്റെ 4K 6+6 ഓഫ് വരുന്ന ഡിസ്പ്ലേ തന്നെയാണ്, നമ്മൾ പുതിയ ഡിസ്പ്ലേ തന്നെയാണ് റീപ്ലേസ് ചെയ്യാൻ പോകുന്നത്. ഈ പാർട്ട് നമ്പർ എപ്പോഴും ശ്രദ്ധിക്കണം. ഇത് സെയിം ആണെങ്കിൽ മാത്രമേ ഡയറക്റ്റ് നമുക്ക് ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഇതിനകത്തും സെയിം ആണ്, സെയിം പാനൽ തന്നെയാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി പറയുകയാണെങ്കിൽ ഡിസ്പ്ലേ വളരെ കെയർഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്യേണ്ട ഒരു പാർട്ടാണ്. കാരണം TVയുടെ ഏറ്റവും വില കൂടിയ പാർട്ടാണ് ഡിസ്പ്ലേ. അപ്പോൾ അത് അഴിക്കുന്ന സമയത്തൊക്കെ അങ്ങനെ ഒറ്റയ്ക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ കെയർഫുള്ളായിട്ട് തന്നെ ചെയ്യുക. അത് ചെയ്യാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യാത്തതിൻ്റെ മെയിൻ റീസൺ എന്താണ്, പൊട്ടിക്കഴിഞ്ഞാൽ വലിയൊരു എക്സ്പെൻസിലോട്ട് അത് പോകും. അപ്പോൾ അതെപ്പോഴൊന്നും ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ആ ഒരു ഡിസ്പ്ലേ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ശേഷം ആ സ്കെയിലർ ബോർഡ് അത് ആ ബോഡിയിൽ തന്നെ കറക്റ്റായിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ ആ ഫ്രെയിം ഇതുപോലെ അതിന് ഊരിയ പോലെ തന്നെ സ്ലൈഡ് ചെയ്തിട്ടാണ് അതിനകത്തോട്ട് ഇറക്കുന്നത്. നിങ്ങൾക്ക് കാണാം, ഈ സ്ലൈഡ് ചെയ്ത് ഇറക്കുന്ന സമയത്ത് പാനൽ കുറച്ച് പൊങ്ങിയോ അല്ലെങ്കിൽ കറക്റ്റ് അല്ല ഇരിക്കുന്നതെങ്കിൽ ഡിസ്പ്ലേ ഉറപ്പായിട്ടും പൊട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ വളരെ കെയർഫുള്ളായിട്ട് തന്നെയാണ് ഈ ഒരു വർക്ക് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഈ TCL അതുപോലെ MI അങ്ങനെ 1-2 ബ്രാൻഡുകൾ ഇതുപോലെ സ്ലൈഡ് ചെയ്ത് വയ്ക്കാൻ പറ്റുന്ന തരത്തിലുള്ള വ്യൂവിനൊക്കെ വരുന്നുണ്ട്. ഇതുപോലെ സ്ലൈഡ് ചെയ്തിട്ടാണ് ഫ്രെയിം ഇടാറ്.
ഒട്ടുമിക്ക ടി വികളിലെല്ലാം വരുന്നത് ഫ്രെയിംലെസ് അല്ലാത്ത ടി വികളിൽ ഇങ്ങനെ ലോക്കിംഗ് സിസ്റ്റമോ അല്ലെങ്കിൽ സൈഡിൽ നിന്ന് സ്ക്രൂ ആയിട്ട് വരാറുണ്ട്, ബാക്ക് സൈഡിൽ നിന്ന് സ്ക്രൂ ആയിട്ട് വരാറുണ്ട്. ഈ സ്ലൈഡിങ് ആയിട്ടുള്ളത് അഴിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. കാരണം നമ്മൾ സ്ലൈഡ് ചെയ്യുന്ന സമയത്ത് ടൈറ്റ് ആയിട്ടുണ്ടെങ്കിൽ പ്രസ്സായി കഴിഞ്ഞാൽ ഡിസ്പ്ലേ പൊട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്പ്ലേക്ക് ഫിക്സ് ചെയ്തിട്ട് അതിൻ്റെ താഴെയുള്ള ബോട്ടത്തിലുള്ള ഒരു ഫ്രെയിമും കൂടെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ടി വി ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അടിയിലുള്ള സ്ക്രൂ ചെയ്യണം. ഇവിടെ നമ്മൾ ചെയ്തിട്ടില്ല, ജസ്റ്റ് ലോക്ക് ആയതുകൊണ്ട് അടിയത്തെ സ്ക്രൂ എന്തായാലും നമ്മൾ 2 താഴെ തന്നെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ സ്കെയിലാർ ബോർഡിലോട്ട് ആ LVDS കേബിൾ, അതായത് FFC കേബിൾ ഒന്ന് കണക്ട് ചെയ്തിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം, പിക്ചർ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിന് ശേഷം നമുക്ക് ആ സ്കെയിലാർ ബോർഡിനെ കവർ ചെയ്തിട്ടുള്ള മെറ്റലും അതുപോലെ ബാക്കിയുള്ള അതിനകത്തുണ്ടായിരുന്ന എല്ലാ കണക്ഷനൊക്കെ നമുക്ക് കൊടുക്കാം. നിങ്ങൾക്കറിയാം, നേരത്തെ ഉണ്ടായിരുന്ന അതേ പാനലിൻ്റെ അതേ കോഫുകളുടെ എണ്ണം തന്നെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. സെയിം ഡിസ്പ്ലേ ആണ്, ഒരു വ്യത്യാസമില്ല, എക്സാക്റ്റ് സെയിം ഡിസ്പ്ലേ ആണ് ഇട്ടിട്ടുള്ളത്. പിന്നെ അതുപോലെ ഇത്തരത്തിൽ നമ്മൾ മാറുന്ന സമയത്ത് LVD സ്കെയിലിനകത്ത് ഡസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ അത് ഇറേസർ വെച്ചിട്ട് നന്നായിട്ട് വൈപ്പ് ചെയ്തതിന് ശേഷം മാത്രം ഇടുക. അങ്ങനെ അതിനകത്ത് ഡസ്റ്റോ അല്ലെങ്കിൽ ഫംഗസൊക്കെ ഉണ്ടെങ്കിൽ പിക്ചറിൽ ചെറിയ ഗ്രെയിൻസൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഇവിടെ അതൊന്നുമില്ല, അതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം ആ ഡസ്റ്റൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ ആ ബാക്ക് കവർ പ്ലേസ് ചെയ്തിട്ട് ആ സെൻസറോടെ കണക്ട് ചെയ്യുന്ന TV ഒന്ന് ഓൺ ചെയ്ത് നോക്കാൻ പോവുകയാണ്. കാരണം ഇതിൻ്റെ ബാക്ക് കവറിലാണ് ആ സെൻസർ വരുന്നതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഫ്രെയിമിൽ ആ സ്ക്രൂ കംപ്ലീറ്റ് ഒന്ന് ഫിക്സ് ചെയ്യുന്നുണ്ട്. കാരണം അത് നമ്മൾ ഈ TV ടിൽറ്റ് ചെയ്യുന്ന സമയത്ത് ഫ്രെയിം ഇളകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഇളകാതിരിക്കാൻ വേണ്ടിയിട്ട് ഉറപ്പായിട്ടും ഇത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ TV ഇളക്കാനോ അല്ലെങ്കിൽ നല്ല രീതിക്ക് പൊക്കാനൊക്കെ പാടുള്ളൂ, അല്ലെങ്കിൽ ഉറപ്പായിട്ടും ഡിസ്പ്ലേ സ്ലൈഡ് ആവാനൊക്കെ സാധ്യതയുണ്ട്. നമ്മൾ TV ഓൺ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം TCL ലോഗോ ഒക്കെ വന്നിട്ടുണ്ട്. വേറെ മാപ്പിങ്ങോ അതുപോലെ മിററിങ്ങോ ഒന്നുമില്ല, സെയിം ഡിസ്പ്ലേ ആയതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാനില്ല, പ്രത്യേകിച്ച് ഡയറക്റ്റ് ഇട്ടാൽ മാത്രം മതി. നിങ്ങൾക്ക് കാണാം TCL ലോഗോ ഒക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ മുമ്പുള്ള ഈ ഇൻഫിനിക്സ് അതുപോലെ ഓൺലൈൻ TVകളിലൊക്കെ ഡിസ്പ്ലേ അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട് LGയുടെയൊക്കെ. പക്ഷേ ചിലർക്ക് തോന്നുമായിരിക്കും ഇതിനകത്ത് അങ്ങനെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുമായിരിക്കും. പക്ഷേ ഈ മോഡലിനകത്ത് ഇങ്ങനത്തെ മദർ ബോർഡ് വരുന്ന ടൈപ്പിൽ പറ്റില്ല. കാരണം ഇതിൻ്റെ മദർ ബോർഡിൽ ഇൻബിൽട്ടായിട്ട് വരുന്ന ആ ഒരു കമ്പോണൻസ് എല്ലാം AO ഡിസ്പ്ലേക്ക് മാച്ച് ആയിട്ടുള്ളതാണ്. അപ്പോൾ അതിനകത്ത് ഈ ഡിസ്പ്ലേ അല്ലാതെ വേറെ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് ഇതിനകത്തുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. എല്ലാ TVകളിലും നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഇത്തരത്തിൽ ഇൻബിൽട്ടായിട്ട് വരുന്ന ടീകോം ബോർഡിൻ്റെ ആ സെക്ഷൻ മദർ ബോർഡിൽ വരുന്നുള്ള TVകളിൽ നമുക്ക് അതേ സെയിം ഡിസ്പ്ലേ തന്നെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതിനകത്ത് അപ്ഗ്രേഷൻ ഒരു പരിധി വരെ നമുക്ക് ചെയ്യാൻ പറ്റാറില്ല. ചില മോഡൽസിലൊക്കെ LGയിലൊക്കെ നമുക്ക് ചെയ്യാം. 2 LVDs ഡയറക്റ്റ് വരുന്നതിന് ഒറ്റ പിന്ന് നമുക്ക് 51 പിന്നിൻ്റെ കണക്ട് ഇട്ടിട്ട് ചെറിയ മോഡിഫിക്കേഷൻ വരുത്തിയിട്ട് LGയുടെ ടീകോം ബോർഡിലുള്ള ഡിസ്പ്ലേ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റാറുണ്ട്. പക്ഷേ ഈ മോഡലിന് അങ്ങനെ ചെയ്യാൻ ഒരു പരിധി വരെ ചാൻസ് വളരെ കുറവാണ്. നമ്മളതിന് ഡിസ്പ്ലേ ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ആ സ്കെയിലാർ ബോർഡിനെ കവർ ചെയ്തിട്ടുള്ള മെറ്റലിൻ്റെ പീസും അതുപോലെ അതിൻ്റെ വൈഫൈ മോഡ്യൂളൊക്കെ കണക്ട് ചെയ്ത് പഴയ പോലെ തന്നെ വെച്ചിട്ടുണ്ട്. TCLൻ്റെ 55 അതുപോലെ 65 ഒരു 2-3 വർഷം മുമ്പ് ഇറങ്ങിയതൊക്കെ പെട്ടെന്ന് ഡിസ്പ്ലേ കംപ്ലൈൻറ്റ് ആവാറുണ്ട്. അത് കംപ്ലൈൻറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് വേറെ ഡിസ്പ്ലേ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ മെയിൻ റീസൺ ഇതാണ്. മദർ ബോർഡിൽ നിന്ന് ഡയറക്റ്റ് നമ്മൾ പാനലിലോട്ട് വരുന്നതാണ്. അതായത് ടീകോം ബോർഡ് ഇല്ലാത്ത ടൈപ്പ് TVകളിൽ മോഡിഫിക്കേഷൻ അങ്ങനെ വേറെ ഡിസ്പ്ലേ ഇടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനത്തെ 55 ഇഞ്ച് അതുപോലെ 65 ഇഞ്ചിലൊക്കെ ഡിസ്പ്ലേ ഇടാതെ ഒരുപാട് TVകൾ അങ്ങനെ ഇരിക്കുന്നുണ്ട് ഇപ്പോൾ പല ആൾക്കാരുടെ കയ്യിലും. ആ ഒരു മോഡൽ കുറച്ച് മോശം മോഡലാണ്, പെട്ടെന്ന് തന്നെ കംപ്ലൈൻ്റ് ഒക്കെ വരുന്നുണ്ട്. അതുപോലെ കംപ്ലൈൻറ്റ് വന്നാലും നമുക്ക് റെഡിയാക്കാൻ പറ്റാത്തൊരു ടൈപ്പാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.